ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് 13ാമത്തെ അധ്യായം, പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ഈ അധ്യായത്തിൽ ഭഗവാൻ പ്രധാനമായിട്ടും നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശരീരത്തിനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും പ്രത്യേകം ഇതിന്റെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞ് അത് മൂന്നും വ്യത്യസ്തമാണ്. ശരീരവും ജീവാത്മാവും പരമാത്മാവും വ്യത്യസ്തമാണ്, എല്ലാം ഒന്നല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. കാരണം ഇത് മൂന്നാണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും മോക്ഷം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മൂന്നിൻ്റെയും സ്വഭാവങ്ങൾ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശരീരത്തിന്റെ ഘടകങ്ങൾ, ജീവാത്മാവിന്റെ സ്വഭാവങ്ങൾ, പരമാത്മാവിന്റെ സവിശേഷതകൾ, ഭൗതിക പ്രകൃതിയുടെ സ്വഭാവം, ഇതെല്ലാം ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തന്നു. ഇതുവരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി. ശ്രീല പ്രഭുപാദരും പ്രത്യേകം നമ്മൾക്ക് എടുത്ത് വിശദീകരിച്ച് പറഞ്ഞു തന്നു. ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഈ അധ്യായത്തിൽ 6ഉം 7ഉം ശ്ലോകങ്ങളിലാണ് ശരീരത്തിന്റെ സവിശേഷതകൾ പറയുന്നത്. ശരീരത്തിലെ ഘടകങ്ങളെ കുറിച്ച് പറയുന്നത് 6ഉം 7ഉം ശ്ലോകങ്ങളിലാണ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. 6ഉം 7ഉം ശ്ലോകം എന്താണ്? ആരുടെങ്കിലും കയ്യിൽ പുസ്തകമുണ്ടോ? മഹാഭൂതാനി അഹങ്കാര ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശേകം ച പഞ്ചച ഇന്ദ്രിയഗോചര ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതഛേദനാ കൃതി ഏതിൽ ക്ഷേത്രം സമാസേന സവികാരം ഉദാഹൃതം. 7-8 ശ്ലോകം. 6ഉം 7ഉം ശ്ലോകങ്ങളിൽ ശരീരത്തിന്റെ ഘടകങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞത്. 24 ഘടകങ്ങളുണ്ടെന്ന് വിശദമായിട്ട് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ഭഗവാൻ അതിലെ വ്യത്യസ്ത ഘടകങ്ങളെ കുറിച്ച് പറയുകയാണ്. മഹാഭൂതാനി, പഞ്ചഭൂതങ്ങൾ, അഹങ്കാരം, ബുദ്ധി, അവ്യക്തം, ഇന്ദ്രിയാണി ദശൈകം ച, 10 ഇന്ദ്രിയങ്ങൾ, പഞ്ചചേന്ദ്രിയ ഗോചര, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, ഇച്ഛാ ദ്വേഷ സുഖം ദുഃഖം സംഘാത ചേതന ധൃതി ഏതക്ഷേത്രം സമാസേന സവികാരം ഉദാഹരണം. ഇതെല്ലാം ഭൗതികമായിട്ടുള്ള ശരീരത്തിന്റെ ഘടകങ്ങളാണ്. ഇതൊന്നും ജീവനല്ല, ഇതെല്ലാം ഭൗതികമായിട്ടുള്ള വസ്തുക്കളാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയ വിഷയങ്ങള്, ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ ഭൗതികമായിട്ടുള്ള 24 ഘടകങ്ങളാണ് എന്ന് 6ഉം 7ഉം ശ്ലോകത്തിൽ പറഞ്ഞു. ശരീരത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കാരണം അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ക്ഷേത്രം എന്ന് ആദ്യം തന്നെ അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമാണെന്ന് ഭഗവാൻ പറഞ്ഞു, അല്ലേ? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. ശരീരമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു. ഭഗവാൻ അതിന്റെ ഘടകങ്ങളെ കുറിച്ചാണ് 6ഉം 7ഉം ശ്ലോകങ്ങളിൽ പറഞ്ഞത്. മഹാഭൂതാനി അഹങ്കാര എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം. ബുദ്ധിരവ്യക്തമേവച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചര ഇച്ഛാ ദ്വേഷ സുഖം ദുഃഖം സംഘാതഛേദനാ ധൃതി ഏതക്ഷേത്രം സമാസേന സവികാരം ഉദാഹരണം.
ഇതൊക്കെ ശരീരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ശരീരത്തിലെ സൂക്ഷ്മമായിട്ടുള്ള ഘടകങ്ങൾ അല്ല, ആധുനിക ശാസ്ത്രം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ശരീരത്തിലെ ഘടകങ്ങളെ കുറിച്ച് ആധുനിക ശാസ്ത്രം ഇത്രയും വിശദമായിട്ട് പഠിക്കുന്നില്ല. സൂക്ഷ്മ ഘടകങ്ങളെ കുറിച്ച് അവർ പഠിക്കുന്നില്ല. സ്ഥൂലമായിട്ടുള്ള ഘടകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന, മൈക്രോസ്കോപ്പ് കൊണ്ടൊക്കെ കാണാൻ സാധിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് മാത്രമേ, കോശങ്ങളെ കുറിച്ചൊക്കെയാണ് അവർ പഠിക്കുന്നത്. കോശങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ അല്ല, ആന്തരേന്ദ്രിയങ്ങൾ, ബാഹ്യേന്ദ്രിയങ്ങൾ, ഇതൊക്കെയാണ് ആധുനിക ശാസ്ത്രത്തിൽ പഠിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, സൂക്ഷ്മമായിട്ടുള്ള ഘടകങ്ങളും ഈ ശരീരത്തിനെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സൂക്ഷ്മ ഘടകങ്ങളാണ് ഇച്ഛാ, ദ്വേഷ, സുഖം, ദുഃഖം, സംഘാത, ചേതന, ധൃതി. ഇതൊന്നും കാണാൻ സാധിക്കാത്ത ഘടകങ്ങളാണ് അല്ലെ. ഇച്ഛ, ആ മനസ്സിന് ആഗ്രഹം ഉണ്ടാക്കുന്ന ഇന്ദ്രിയം, അതൊക്കെ സൂക്ഷ്മമായിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതൊക്കെ സൂക്ഷ്മമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ജ്ഞാനം, മോക്ഷമാർഗമാണ് 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. മോക്ഷത്തിന് ഉതകുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തിന്റെ ലക്ഷണം. ഒരു വ്യക്തിക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അദ്ദേഹം ഏതു തരത്തിലുള്ള ജ്ഞാനമാണ് ആർജിക്കേണ്ടത്? അതാണ് 8-ാമത്തെ ശ്ലോകം മുതൽ 12-ാമത്തെ ശ്ലോകം വരെ പറയുന്നത്. ആ ജ്ഞാനം ആർജിക്കുന്നതിനുള്ള ശരിയായിട്ടുള്ള വഴി, അമാനിത്വം, ആ ജ്ഞാനിയുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. അമാനിത്വം, അദംബിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അനഹങ്കാരേവച, ജന്മ മൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം, പ്രസക്തിരനഭിഷംഗ പുത്രധാരഗൃഹാദിഷു, നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു, മൈച്ഛാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി, വിവിക്തദേശസേവിത്വം, അരതിർജനസംസദി, അധ്യാത്മജ്ഞാന നിത്യത്വം, തത്വജ്ഞാനാർത്ഥദർശനം, യഥജ്ഞാനം ഇതി പ്രോക്തം, ജ്ഞാനം യഥതോ അന്യത. 20 ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. അമാനിത്വം, അഹങ്കാരമില്ലാത്ത അവസ്ഥ. അഹങ്കാരമില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ആചാര്യോപാസനം ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ഗുരുവിന്റെ അടുത്തു നിന്ന് കേട്ട് പഠിക്കാൻ സാധിക്കൂ, ഗുരുവിനെ സേവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 20 ജ്ഞാനലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഏതാണെന്നും ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. മൈച്ഛാൻ അന്യയോഗേന ഭക്തിരവ്യഭിചാരൻ, ഭഗവാൻ ശ്രീകൃഷ്ണനിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും ഭക്തിയും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കോളും എന്ന് പറയും അല്ലെ. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ ഭക്തന്മാർക്ക് എല്ലാ ദൈവിക ഗുണങ്ങളും സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കോളും എന്ന് പറയുന്നു. എല്ലാ ജ്ഞാനവും ഉണ്ടായിക്കോളും എന്ന് പറയുന്നു. അപ്പം ഭഗവാന്റെ ഭക്തിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നു. മുക്തിക്ക് ഉള്ള ഒരു മാർഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണമാണ്. മൈച്ഛാൻ അന്യയോഗേന ഭക്തിരവ്യഭിചാരൻ, ഭഗവാൻ തന്നെ എടുത്തു പറയുന്നു. ഭഗവാനിലുള്ള ഭക്തി എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്. മൈച്ഛാൻ, എന്നിലുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി, അത് ജ്ഞാനത്തിന്റെ ലക്ഷണമാണ് എന്ന് ഭഗവാൻ എടുത്തു പറയുന്നു. അപ്പം 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ ജ്ഞാനത്തിന്റെ ലക്ഷണം പറഞ്ഞു. 6 മുതൽ 7 വരെ 6-7 ശ്ലോകങ്ങളിൽ ശരീരത്തിന്റെ ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നീട് 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ പരമാത്മാവിന്റെയും ജീവാത്മാവിന്റെയും ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പരമാത്മാവിനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ച് പറയാൻ കാരണമുണ്ട്. അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജ്ഞേയത്തെ കുറിച്ച്. ജ്ഞേയം എന്താണ്? അറിയേണ്ടത് എന്താണ്? ജ്ഞാനത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തു, 20 ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. ജ്ഞേയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജ്ഞേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയേണ്ടത് എന്താണ്? അപ്പൊ ജ്ഞേയം എന്ന് പറയുന്നത്, ജ്ഞേയം ജീവാത്മാവും പരമാത്മാവുമാണെന്ന് ഭഗവാൻ പറഞ്ഞു. ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചുമാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. കൂടുതലായിട്ടും പറയുന്നത് പരമാത്മാവിന്റെ ലക്ഷണമാണ്. കാരണം ജീവാത്മാവിന്റെ ലക്ഷണമൊക്കെ വിശദമായിട്ട് ഭഗവാൻ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്.
അല്ലെ? ശരീരവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം രണ്ടാമത്തെ അധ്യായത്തിൽ. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷേവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന. ഇതൊക്കെ വിശദമായിട്ട് ജീവാത്മാവിന്റെ സ്വഭാവത്തിനെ കുറിച്ച് രണ്ടാമത്തെ അധ്യായത്തിൽ വിശദമായി പറയുന്നുണ്ട്. ഇവിടെ കൂടുതലായിട്ടും പരമാത്മാവിന്റെ സ്വഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലെ? 14ാമത്തെ ശ്ലോകത്തിൽ സർവത പാണിപാദം സർവതോ അക്ഷി ശിരോമുഖം സർവത ശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ഠതി. പരമാത്മാവിന് എല്ലായിടത്തും കണ്ണുകളും കാതുകളും ചെവികളും ഉണ്ട്. പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന കാര്യങ്ങളും പരമാത്മാവിന് അറിയാൻ സാധിക്കും. പരമാത്മാവ് എല്ലാ ശരീരങ്ങളിലും ഇരിക്കുന്നുണ്ട്. പരമാത്മാവിന് ആത്മീയമായിട്ടുള്ള ഇന്ദ്രിയങ്ങളാണുള്ളത്, ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളില്ല. 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം. ജീവാത്മാക്കളുടെ ഇന്ദ്രിയങ്ങളുടെ തുടക്കം പരമാത്മാവിൽ നിന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളില്ല, അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള ഇന്ദ്രിയങ്ങളാണുള്ളത്. ജീവാത്മാവിനെ നിയന്ത്രിക്കുന്നതും ആ പരമാത്മാവാണ്. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവച. 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അദ്ദേഹം അകത്തും പുറത്തുമുണ്ട്. പരമാത്മാവ് ഒരു ജീവാത്മാവിന്റെ അകത്തുമുണ്ട് പുറത്തുമുണ്ട്. അചരം ചരമേവച. എല്ലാ ജീവജാലങ്ങളിലും പരമാത്മാവ് ഇരിക്കുന്നുണ്ട്. ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളിലും പരമാത്മാവ് ഇരിക്കുന്നുണ്ട്. സൂക്ഷ്മത്വാത് അവിജ്ഞേയം. പക്ഷേ പരമാത്മാവിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല, അതത്രയും സൂക്ഷ്മമാണ്. സൂക്ഷ്മത്വാത് അവിജ്ഞേയം. ദൂരസ്ഥം ച അന്തികേച്ചതത്. അത് ഏറ്റവും ദൂരെയാണ് ഇരിക്കുന്നത്. പരമാത്മാവിന് പ്രത്യേകമായിട്ടുള്ള വാസസ്ഥാനമുണ്ട്. ആത്മീയ ലോകമാണ് പരമാത്മാവിന്റെ വാസസ്ഥാനം. പക്ഷേ ആ പരമാത്മാവ് ഒരു ജീവാത്മാവിന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. അന്തികെ. അന്തികെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത്. സുഹൃദ് രൂപത്തിൽ പരമാത്മാവ് ജീവാത്മാവിന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ പരമാത്മാവിന്റെ ലക്ഷണമാണ്. അവിഭക്തം ച ഭൂതേഷു വിഭക്തം ഇവച്ച സ്ഥിതം. ഓരോ ശരീരത്തിലും വ്യത്യസ്തമായിട്ടുള്ള ആത്മാവ് ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക്, പരമാത്മാവ് ഇരിക്കുന്നുണ്ട് എന്ന് തോന്നും. പക്ഷെ എല്ലാവരിലും ഇരിക്കുന്ന പരമാത്മാവ് ഒരൊറ്റ വ്യക്തിയാണ്. അവിഭക്തം. ഒരൊറ്റ പരമാത്മാവാണ് എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്നത്. അതിന്റെ ഉദാഹരണം ശ്രീല പ്രഭാതർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ സൂര്യനെ കാണാൻ സാധിക്കും. എല്ലാവരും പറയും എന്റെ തലയ്ക്ക് മുകളിൽ സൂര്യനുണ്ട്, എന്റെ തലയ്ക്ക് മുകളിൽ സൂര്യനുണ്ട്. പക്ഷെ എല്ലാവർക്കും ഓരോ സൂര്യൻ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആകെ ഒരൊറ്റ സൂര്യൻ മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന സൂര്യൻ ഒരൊറ്റ സൂര്യനാണ്. അതേപോലെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവ് ഒരൊറ്റ വ്യക്തിയാണ്. അവിഭക്തം. പരമാത്മാവിനെ വിഭജിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുന്നത്. ശരീരത്തിനെ കുറിച്ചും അതേപോലെ ജീവാത്മാ പരമാത്മാവിനെ കുറിച്ചും ജ്ഞേയം, ഭൗതിക പ്രകൃതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ജ്ഞാനത്തിനെ കുറിച്ചും. ഈ 3 കാര്യങ്ങളും പ്രത്യേകം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവാൻ വീണ്ടും ആ പ്രകൃതിയെക്കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരീരത്തിന്റെയും ജീവാത്മാവിന്റെയും വ്യത്യാസങ്ങൾ വീണ്ടും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 32ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു. അനാദിത്വ നിർഗുണത്വ പരമാത്മായം അവ്യയ ശരീരസ്ഥോപികൗന്ദയെന്ന കരോതി ന ലിപ്യതേ. ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതി കൊണ്ട് നിർമ്മിച്ച ശരീരത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. ശരീരമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെ? ശരീരമാണ് പ്രവർത്തിക്കുന്നത്. ജീവാത്മാവിന് ഈ ഭൗതിക ലോകത്തിൽ ഒരു പ്രവർത്തനമില്ല. പ്രകൃതിയൈവ ച കർമാണി. 30ാമത്തെ ശ്ലോകം. പ്രകൃതിയൈവ ച കർമാണി. പ്രകൃതിയാണ്, പ്രകൃതി നിർമ്മിച്ച ശരീരമാണ് പ്രവർത്തിക്കുന്നത്. പ്രകൃതിയൈവ ച കർമാണി ക്രിയമാണാനി സർവശ. എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ശരീരമാണ്. ജീവാത്മാവിന്റെ ഊർജം ഉപയോഗിച്ച് ശരീരമാണ് പ്രവർത്തിക്കുന്നത്.
ജീവാത്മാവിന് ഒരു പ്രവർത്തനവുമില്ല. യ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി. അകർത്താരം, ജീവാത്മാവ് ഭൗതികമായിട്ടുള്ള ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല. എല്ലാ പ്രവർത്തനവും ആരാണ് ചെയ്യുന്നത്? ശരീരമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഈ ശരീരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ജീവാത്മാവിനെ ശരീരത്തിന്റെ ഒരു പ്രവർത്തനം ബാധിക്കുന്നില്ല. ശരീരത്തിന്റെ പ്രവർത്തനവും ജീവാത്മാവിന്റെ പ്രവർത്തനം വ്യത്യസ്തമാണ്. ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. അതിന് ഉദാഹരണമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ശരീരത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ജീവാത്മാവ് ശരീരത്തിലെ പ്രവർത്തനവുമായിട്ട് കൂടിക്കലരുന്നില്ല. ശരീരം വേറെയാണ്, ജീവാത്മാവ് വേറെയാണ് എന്നതിന് ഒരു ഉദാഹരണമാണ് 33-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 33-ാമത്തെ ശ്ലോകമാണ് നമ്മൾക്ക് വായിക്കാനുള്ളത്. യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്ര അവസ്ഥിതോ ദേഹേ തഥാത്മാ നോപലിപ്യതേ. ശ്ലോകം വിവരത്തിന് വായിച്ചോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ വായിക്കാം. ശിവരാമ പ്രഭുജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ സർവഗതം സൗക്ഷ്മ്യാലാകാശമനോ ഉപലഭ്യതേ സർവത്ര അവസ്ഥിതോ ദേഹേ തഥാത്മാനോ ഉപലഭ്യതേ. ആകാശം സർവവ്യാപിയാണെങ്കിലും അതിന്റെ സൂക്ഷ്മഭാവം മൂലം മറ്റൊന്നിനോടും കുടിക്കലുന്നില്ല. അതുപോലെ ബ്രഹ്മഭാവനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവും ശരീരത്തിൽ ഇരുന്നാലും അതിനോട് ചേരുന്നില്ല. ഭാവാർത്ഥം: വായുവിനെ വെള്ളത്തിലും ചെളിയിലും മലത്തിലുമെല്ലാം കടന്നുകൂടാം, എങ്കിലും അത് ഒന്നിനോടും കൂടിച്ചേരുന്നില്ല. അങ്ങനെ തന്നെ ജീവാത്മാവും വിവിധ ശരീരങ്ങളിലിരുന്നാലും സൂക്ഷ്മഭാവം മൂലം അവയിൽ നിന്നകന്നു നിൽക്കുന്നു. ഒരു ജീവന് ശരീരത്തോട് എത്രമാത്രം ബന്ധമുണ്ടോ ദേഹനാശത്തിനു ശേഷം എങ്ങനെ വിട്ടുപോകുന്നുവെന്നോ ഭൗതിക ദൃഷ്ടികൾ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. ശാസ്ത്രീയമായി സമർത്ഥിക്കാനും ആർക്കും സാധ്യമല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ എത്ര ശരീരങ്ങൾ ജീവാത്മാവ് മാറി മാറി സ്വീകരിച്ചാലും ആ ശരീരത്തിന്റെ സ്വഭാവമൊന്നും ഒരിക്കലും ജീവാത്മാവ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ജീവാത്മാവിന് പ്രത്യേകമായിട്ട് തന്നെ സ്വഭാവമാണ്. ജീവാത്മാവിന്റെ സ്വഭാവം എന്താണ്? അത് സച്ചിദാനന്ദമാണ്. ജീവാത്മാവ് സച്ചിദാനന്ദമാണ്. എപ്പോഴും ആനന്ദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരിക്കലും നശിക്കാത്തതാണ്. എല്ലാവിധ ജ്ഞാനവും ഉള്ളതാണ് ജീവാത്മാവ്. പക്ഷെ ശരീരത്തിന്റെ സ്വഭാവം നേരെ വിപരീതമാണ്. ശരീരത്തിന്റെ സ്വഭാവം എന്താണ്? അസത് അച്ചിത് നിരാനന്ദമാണ് ശരീരം. ദുഃഖത്തിന്റെ കാരണമാണ് ശരീരം. ആനന്ദം ഉണ്ടാക്കുന്നതല്ല ശരീരം. ആനന്ദം ഉണ്ടാക്കുന്നു എന്ന് തോന്നിക്കുന്നത് മായയാണ്. ശരീരത്തിൽ ഒരിക്കലും ആനന്ദം ഉണ്ടാകുന്നില്ല. ശരീരത്തിൽ ദുഃഖമാണ് ഉണ്ടാകുന്നത്, നിരാനന്ദം. അതുപോലെ അത് അസത്താണ്, ഒരിക്കലും സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല. അസത് ഒരിക്കലും നശിച്ചു പോകും, പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ് ശരീരം. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, അത് സത്താണ്. അച്ചിത്ത്, ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, അജ്ഞാനം ഉണ്ടാവും, അബദ്ധങ്ങൾ പറ്റും. ജീവാത്മാവിന് ജ്ഞാനം ഉണ്ട്, പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമുണ്ട്. അതിന് അബദ്ധങ്ങൾ പറ്റുന്നില്ല. അതാണ് ജീവാത്മാവിന്റെ സ്വഭാവം. ജീവാത്മാവിന്റെ സ്വഭാവം ജ്ഞാനമുള്ളതാണ്. ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് ആ ജീവാത്മാവിന്റെ ജ്ഞാനം മറഞ്ഞു പോകുന്നത്. ശരീരത്തിന്റെ സ്വഭാവം ജീവാത്മാവിന്റെ സ്വഭാവം നേരെ വിപരീതമാണ്, അല്ലെങ്കിൽ രണ്ടും യോജിക്കുന്നതല്ല. എത്ര ശരീരങ്ങൾ മാറി മാറി സ്വീകരിച്ചു കഴിഞ്ഞാലും ജീവാത്മാവിന്റെ ശരീരത്തിന്റെ സ്വഭാവം ജീവാത്മാവ് ഒരിക്കലും സ്വീകരിക്കുന്നില്ല. അത് വേറിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. യഥാ സർവഗതം സൗക്ഷ്മ്യാം ആകാശം നോപലിപ്യത. എന്താണ്, എങ്ങനെയാണ് ഭഗവാൻ ഉദാഹരണം പറയുന്നത്? ആകാശം, സ്പേസിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാകും. സ്പേസിൽ വായു ഉണ്ടാകും, അതേപോലെ സ്പേസിൽ ജലാംശം ഉണ്ടാകും, സ്പേസിൽ പൊടിപടലങ്ങൾ ഉണ്ടാകും, മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഉണ്ടാകും, പല വസ്തുക്കളും ഉണ്ടാകും.
പക്ഷേ സ്പേസ്, ആകാശം അതിന്റെ ഒന്നും സ്വഭാവം സ്വീകരിക്കുന്നില്ല. ആകാശം ആകാശമായിട്ട് തന്നെ നിൽക്കും. ആ വസ്തുക്കൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അത് രണ്ടും ഒരിക്കലും മിക്സ് ആകുന്നില്ല. ആകാശം ഒരിക്കലും ജലമായിട്ട് മാറുന്നില്ല. ആകാശം ഒരിക്കലും വായുവായിട്ട് മാറുന്നില്ല. ആകാശം ഒരിക്കലും പൊടിപടലമായിട്ട് മാറുന്നില്ല. ഇതൊക്കെ വന്നു ചേർന്നാലും ആകാശം ആകാശമായിട്ട് തന്നെ നിൽക്കും. അതിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. അതേപോലെ ജീവാത്മാവ് എത്ര ശരീരങ്ങൾ, ഓരോ ശരീരത്തിനും ഓരോ സ്വഭാവമായിരിക്കും ഉണ്ടാവുക, അല്ലെ? ഒരു നായയുടെ ശരീരത്തിന്റെ സ്വഭാവമായിരിക്കില്ല ഒരു പൂച്ചയുടെ ശരീരത്തിൽ ഉണ്ടാവുക. കോഴിയുടെ ശരീരത്തിൽ വേറൊരു സ്വഭാവമാണ് ഉണ്ടാവുക. പന്നിയുടെ ശരീരത്തിൽ വേറൊരു സ്വഭാവം, കടുവയുടെ ശരീരത്തിൽ വേറൊരു സ്വഭാവം, മനുഷ്യന്റെ ശരീരത്തിൽ വേറൊരു സ്വഭാവം. ഇതെല്ലാം സ്വീകരിക്കുന്നത് ഒരേ ജീവാത്മാവാണ്. ഒരേ ജീവാത്മാവ് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ശരീരങ്ങൾ സ്വീകരിക്കുന്നു. എന്നാലും ഈ സ്വഭാവങ്ങളൊന്നും ഒരിക്കലും ജീവാത്മാവിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ശരീരം വിട്ടുപോകുന്നതോടുകൂടി ആ ജീവാത്മാവ് വീണ്ടും ആ ശരീരവുമായിട്ട് ഒരു ബന്ധവുമില്ലാതായി മാറും. അത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രണ്ടും ഒരിക്കലും യോജിച്ച് കൂടിക്കലരുന്നില്ല എന്നാണ് പറയുന്നത്. ആ ഒരു വ്യത്യാസം ഇവിടെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. യഥാ സർവഗതം സൗക്ഷ്മ്യാം ആകാശം നോപലിപ്യതേ സർവത്ര അവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ. വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളിൽ ജീവാത്മാവ് പ്രവേശിച്ചാലും ആ സ്വഭാവങ്ങളെ ഒന്നും ഒരിക്കലും ജീവാത്മാവ് കൂടെ കൊണ്ടുപോകുന്നില്ല. ആ സ്വഭാവം സ്വീകരിക്കുന്നില്ല. ജീവാത്മാവിന്റെ സ്വഭാവം മാറാതെ അചലോയം, അവ്യക്തോയം, അചിന്യോയം, അചലോയം, ഒരിക്കലും മാറ്റം വരുന്നില്ല ജീവാത്മാവിന്റെ സ്വഭാവത്തിൽ. എത്ര ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാലും അതിന്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ജീവാത്മാവിന്റെ സനാതനമായിട്ടുള്ള സ്വഭാവത്തിനെ കുറിച്ച്, മാറ്റമില്ലാത്ത സ്വഭാവത്തിനെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇനി ക്ഷേത്രത്തിനെ കുറിച്ചും ക്ഷേത്രിയെ കുറിച്ചും, ക്ഷേത്രം ക്ഷേത്രിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ഒന്നുകൂടി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകം ഇമം രവി ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. വായിക്കാം. രാധാമാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ പ്രകാശേക കൃഷ്ണം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. വിവർത്തനം. ഭാരതപുത്ര, സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം വരുത്തുന്നത് പോലെ ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാക്കുന്നു. ഭാവാർത്ഥം. പ്രജ്ഞയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ പലതുണ്ട്. ഇവിടെ ഭഗവത്ഗീത സൂര്യനെയും സൂര്യപ്രകാശത്തെയും ഉദാഹരണമായി ആക്കുന്നു. സൂര്യൻ ഒരിടത്തു നിന്നുകൊണ്ട് വിശ്വത്തിലെങ്ങും വെളിച്ചം വരുത്തുന്നത് പോലെയാണ് ഉദയസ്ഥനായ ജീവാത്മാകണം ശരീരത്തെ മുഴുവൻ പ്രജ്ഞാഭാസുരമാക്കുന്നത്. സൂര്യപ്രകാശം സൂര്യന്റെ സാന്നിധ്യത്തിന് തെളിവാണെന്ന പോലെ പ്രജ്ഞ ആത്മാവിന്റെ സാന്നിധ്യത്തിനും തെളിവാണ്. ശരീരത്തിൽ ആത്മാവിന്റെ സാന്നിധ്യമുള്ളപ്പോൾ അതിലെങ്ങും പ്രജ്ഞയുടെ പ്രകാശമുണ്ടായിരിക്കും. ആത്മാവ് വിട്ടുപോയ ശരീരത്തിൽ പ്രജ്ഞ ശേഷിക്കുകയില്ല താനും. ബുദ്ധിയുള്ള ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണിത്. പദാർത്ഥങ്ങളുടെ സങ്കലനത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ഉൽപ്പന്നമല്ല പ്രജ്ഞ. ജീവാത്മാവിന്റെ ലക്ഷണമാണത്. ഗുണത്തെ സംബന്ധിച്ചിടത്തോളം ജീവാത്മാവിന്റെ പ്രജ്ഞ പരമോന്നത പ്രജ്ഞയോട് തുല്യമെന്നിരിക്കലും അതിന് പരമോന്നതിയില്ല. ഒരു പ്രത്യേക ശരീരത്തിലെ പ്രജ്ഞയ്ക്ക് മറ്റൊരു ശരീരത്തിലുള്ള പ്രജ്ഞയിൽ പങ്കില്ലെന്നത് തന്നെ കാരണം. വ്യക്തിഗത ജീവാത്മാവിന്റെ സുഹൃത്തെന്ന നിലയിൽ സർവ്വശരീരങ്ങളിലും സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാകട്ടെ സർവ്വജീവജാലങ്ങളുടെയും ബോധം ഉൾക്കൊള്ളുന്നു. ഇതാണ് വ്യക്തിഗത പ്രജ്ഞയ്ക്കും പരമോന്നത പ്രജ്ഞയ്ക്കും തമ്മിലുള്ള വ്യത്യാസം. ഹരേ കൃഷ്ണ. എത്രാമത്തെ ശ്ലോകം മാതാജി? 34 അല്ലേ? 34. ഹരേ കൃഷ്ണ. താങ്ക് യു രാധാമാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചും പറയുന്നുണ്ട്.
യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകം ഇമം രവി ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ ഇരുട്ട് നിറഞ്ഞു കിടക്കുകയാണ്. ആ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് സൂര്യനാണ്. സൂര്യൻ വരുമ്പോൾ മാത്രമാണ് ഇരുട്ട് ഇല്ലാതാകുന്നത്. യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകം ഇമം രവി. ലോകത്തിൽ പ്രകാശമില്ല, ലോകം ഇരുട്ട് നിറഞ്ഞു കിടക്കുക. ആ ഇരുട്ടുള്ള ലോകത്തിൽ സൂര്യൻ വരുമ്പോൾ മാത്രമാണ് പ്രകാശം ഉണ്ടാകുന്നത്. സൂര്യപ്രകാശമാണ് ലോകം മുഴുവൻ എല്ലാ ഗ്രഹങ്ങളിലും വ്യാപിക്കുന്നത്. സൂര്യന്റെ സാന്നിധ്യത്തിലാണ് പ്രകാശം ഉണ്ടാകുന്നത്. അതേപോലെയാണ് ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. ക്ഷേത്രജ്ഞന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഈ ശരീരത്തിൽ ബോധമുണ്ടാകുന്നത്. അതായത് ജീവാത്മാവിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഈ ശരീരത്തിൽ ബോധമുണ്ടാകുന്നത്. ലോകത്ത് സൂര്യന്റെ സാന്നിധ്യത്തിൽ പ്രകാശം ഉണ്ടാകുന്നത് പോലെ ശരീരത്തിൽ ജീവാത്മാവിന്റെ സാന്നിധ്യത്തിൽ ബോധമുണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രജ്ഞയുണ്ടാകുന്നു. പ്രജ്ഞ ജീവന്റെ സാന്നിധ്യത്തിന്റെ തെളിവാണ്, അല്ലെ? രാവിലെ പ്രകാശം കാണുമ്പോൾ തന്നെ നമ്മൾ പറയും സൂര്യൻ ഉദിച്ചു എന്ന് പറയും. സൂര്യനെ കാണണമെന്ന് നിർബന്ധമില്ല. സൂര്യനെ കാണാതെ തന്നെ നമ്മൾ പറയും, വെളിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും സൂര്യൻ ഉദിച്ചു. സൂര്യനെ കണ്ടിട്ടുണ്ടോ? വീണ്ടും നമ്മളോട് ചോദിക്കില്ല, സൂര്യനെ നീ കണ്ടോ? സൂര്യനെ കണ്ടിട്ടാണോ പറയുന്നത് സൂര്യൻ ഉദിച്ചു? സൂര്യനെ കാണേണ്ട ആവശ്യമില്ല. പ്രകാശം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വെളിച്ചം വന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവും സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? സൂര്യനിൽ നിന്നാണ് പ്രകാശം ഉണ്ടാകുന്നത്. അതേപോലെ ശരീരത്തിൽ ബോധമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവാത്മാവ് ശരീരത്തിലുണ്ട്, ജീവനുണ്ട്. കാരണം ജീവന്റെ ലക്ഷണമാണ് ബോധം അല്ലെങ്കിൽ പ്രജ്ഞ എന്ന് പറയുന്നത്. നേരം വെളുക്കുന്നത്, പ്രകാശം വരുന്നത് സൂര്യൻ വന്നതിന്റെ തെളിവാണ്. അതേപോലെ ബോധമുള്ളത് ജീവാത്മാവ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ജീവാത്മാവിനെ കാണണമെന്ന് നിർബന്ധമില്ല. കാരണം ബോധം ഒരു വസ്തുവിനും, ഒരു ഭൗതിക വസ്തുവിനും ഇല്ലാത്ത സ്വഭാവമാണ്, അല്ലെ? ഒരു ഭൗതിക വസ്തുവിനും ബോധമില്ല. ഒരു രാസവസ്തുവിൽ നിന്നും ബോധം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ മോഡേണായി എന്ന് പറഞ്ഞിട്ടും ശാസ്ത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ടും ബോധമുള്ള ഒരു വസ്തുവിനെ നിർമ്മിക്കാൻ ഒരു ശാസ്ത്രജ്ഞനും സാധിക്കുകയില്ല. കൃത്രിമമായിട്ട് അവര് റോബോട്ടുകളൊക്കെ നിർമ്മിക്കും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നിർമ്മിക്കും. അതൊക്കെ ഭൗതിക ശരീരങ്ങളുടെ സ്വഭാവമാണ്, അല്ലെ? ഓർമ്മശക്തി, അതേപോലെ ഓർമ്മശക്തി ഭൗതിക വസ്തുക്കളുടെ സ്വഭാവമാണ്. കാരണം മനസ്സും ബുദ്ധിയും ഭൗതികമായിട്ടുള്ള വസ്തുക്കളാണ്. പക്ഷെ ബോധം ഉൽപ്പാദിപ്പിക്കാൻ ഒരു ഭൗതിക വസ്തുവിനെ കൊണ്ടും സാധിക്കുന്നില്ല. കാരണം ബോധം ജീവനിലാണ് ഇരിക്കുന്നത്. ജീവാത്മാവ് ഉള്ളത് കൊണ്ടാണ് ബോധമുള്ളത്. ഇവിടെ ശിലപ്രഭാതർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ബോധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രജ്ഞ എന്ന് പറയുന്നത് ജീവാത്മാവിന്റെ സ്വഭാവമാണ്. അത് ഭൗതിക വസ്തുക്കളിൽ നിന്നും നിർമ്മിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ബോധമുള്ള ഒരു ജീവിയെ നിർമ്മിക്കാൻ സാധിക്കാത്തത്. അവർ ജീവാത്മാവില്ല എന്ന് പറയും. പക്ഷേ ജീവാത്മാവില്ലെങ്കിൽ രാസവസ്തുക്കളെ കൊണ്ട് ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഈ ശരീരത്തിലുള്ള എല്ലാ രാസവസ്തുക്കളും അവൈലബിൾ ആണ് നമ്മൾക്ക്. ഏതെങ്കിലും രാസവസ്തുക്കളുടെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് അവർക്ക് ബോധം ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ബോധം പോയാൽ പോയത് തന്നെയാണ്, അല്ലെ? ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. പിന്നെ തിരിച്ച് ഏതെങ്കിലും രാസവസ്തു ഇഞ്ചക്ട് ചെയ്തിട്ട് തിരിച്ചു ബോധം കൊണ്ടുവരാൻ സാധിക്കില്ല. ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ രാസവസ്തുക്കൾ പ്രവർത്തിക്കുകയുള്ളൂ. ജീവൻ ഇല്ലെങ്കിൽ പിന്നെ ഒരു രാസവസ്തുവും ഒരു കെമിക്കലും ഒരു മെഡിസിനും വർക്ക് ചെയ്യുകയില്ല. ഇത് ബോധം എന്ന് പറയുന്നത് ശരീരത്തിൽ ജീവന്റെ തെളിവാണ്. ജീവൻ ഉണ്ട് എന്നുള്ളതിന്റെ, ജീവാത്മാവ് ഉണ്ട് എന്നതിന്റെ തെളിവാണ് ബോധം എന്നത്. ജീവാത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബോധമില്ലാത്ത ശരീരമായി, ജഡവസ്തുവായി. ഇതാണ് ഒരു ജഡവസ്തുവും ഒരു മരിച്ച ആളും ജീവിച്ചിരിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. ജീവനുള്ള ആൾക്ക് ബോധമുണ്ട്,
ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുകയില്ല. ഒരിക്കലും മരിച്ച ഒരാളുടെ ബോധം തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുകയില്ല. കാരണം ജീവാത്മാവിന്റെ കൂടെ ആ ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇത് ബുദ്ധിയുള്ള ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ഭാരതത്തിൽ നമ്മൾ വായിച്ചു. എന്താണ് പറയുന്നത്? ബുദ്ധിയുള്ള ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണിത്. ശരീരത്തിൽ ആത്മാവിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ അതിലെങ്ങും പ്രജ്ഞയുടെ പ്രകാശം ഉണ്ടായിരിക്കും. ആത്മാവ് വിട്ടുപോയ ശരീരത്തിൽ പ്രജ്ഞ ശേഷിക്കുകയില്ല താനും. ബുദ്ധിയുള്ള ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇത് ബുദ്ധിയുള്ള ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്, അല്ലെ? ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല. അപ്പോൾ ജീവന്റെ കൂടെയാണ് ബോധം പോയിട്ടുള്ളത്. ജീവൻ ഉള്ളത് കൊണ്ടാണ് ബോധം ഉള്ളത്. ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല. അത് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുന്നില്ല. ഇതെല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ ശാസ്ത്രജ്ഞന്മാർ ഒരിക്കലും സമ്മതിക്കുന്നില്ല. അല്ല, ഒരു ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കെമിക്കൽസ് ആണെന്ന് പറയും. രാസവസ്തുക്കൾ കൊണ്ടാണ് ജീവൻ ഉണ്ടായതെന്ന് പറയും. പക്ഷെ രാസവസ്തുക്കൾ കൊണ്ട് ജീവനെ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് സാധിക്കും, ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കുന്നു. തെളിവില്ലാത്ത കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നു, ബുദ്ധിയുള്ള ഏതൊരാൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ബുദ്ധി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്? ജീവാത്മാവിനെയും ഈ ജഡശരീരത്തിനെയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ജീവാത്മാവിന്റെ സ്വഭാവം ഈ ജഡശരീരത്തിന്റെ സ്വഭാവം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ജീവാത്മാവ് വേറെയാണ്, ശരീരം വേറെയാണ്. ജീവാത്മാവ് പോയി കഴിഞ്ഞാൽ ശരീരം ജഡമായിട്ട് മാറും. ഇത് തിരിച്ചറിയാനാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഇത് തിരിച്ചറിയുന്ന വ്യക്തിയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ഈ ബോധം, ജീവാത്മാവിന്റെ ബോധം പരമമായിട്ടുള്ള ബോധമല്ല. ജീവാത്മാവിന്റെ ബോധം ഒരു ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ പരമമായിട്ടുള്ള ബോധം എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബോധമാണ് ജീവാത്മാവിനുള്ളത്. എന്റെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരാളുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ബോധം പരമമായിട്ടുള്ള ബോധമല്ല. പക്ഷെ പരമമായിട്ടുള്ള ബോധമുണ്ട്. അത് പരമാത്മാവിന്റെ ബോധമാണെന്നുള്ളത്. പരമാത്മാവിന് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എല്ലാവരുടെ ബോധത്തിനെ കുറിച്ചും പരമാത്മാവിനും ബോധമുണ്ട്. അതുകൊണ്ട് പരമാത്മാവിൻ്റെത് പരമമായിട്ടുള്ള ബോധമാണ്. അപ്പൊ 3 കാര്യങ്ങളെ കുറിച്ച് ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ശരീരവും ജീവാത്മാവും വ്യത്യസ്തമാണ്. അതേപോലെ ജീവാത്മാവും പരമാത്മാവും വ്യത്യസ്തമാണ്. ശരീരവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശരീരത്തിന് ബോധമില്ല, ജീവാത്മാവിനാണ് ബോധമുള്ളത്. ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ബോധമില്ല, ജീവനാണ് ബോധമുള്ളത്. ജീവന്റെ കൂടെ ബോധമുണ്ടാവും, ശരീരത്തിന് ബോധമില്ല. അതാണ് ജീവാത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം. ഇനി ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജീവാത്മാവിന് ഒരു ശരീരത്തിനെ കുറിച്ച് മാത്രമേ ബോധമുള്ളൂ. പരമാത്മാവിന് പരമമായിട്ടുള്ള ബോധമുണ്ട്. അതുകൊണ്ട് എല്ലാ ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാക്കളെ കുറിച്ചും പരമാത്മാവിന് ബോധമുണ്ട്. ഇതാണ് ശരീരവും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം മനസ്സിലാക്കുന്ന വ്യക്തിക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഈ വ്യത്യാസങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മോക്ഷം ലഭിക്കും എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിന്റെ മുന്നേ നമ്മളിപ്പോൾ വായിച്ച 2 ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്കിപ്പം ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ 2 ശ്ലോകങ്ങൾ 33 യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്ര അവസ്ഥിതോ ദേഹേ തഥാത്മാ നോപലിപ്യതേ. 34ാമത്തെ ശ്ലോകം യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകം ഇമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശേതി ഭാരത. അതിൽ വായിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഗീതാ മാതാജി പറഞ്ഞോളൂ. പ്രഭുജി, എനിക്ക് ഇപ്പോഴും ഒരു